ജിജോ സെബാസ്റ്റ്യന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. വാഗമൺ സ്വദേശിയാണ്, ഇടുക്കി ജില്ലയിലാണ് താമസം. റിയയ്ക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. റിയ പറയൂ. ആര്യ, ഇടുക്കി സ്വദേശിയായ ജിജോ സെബാസ്റ്റ്യനാണ്. ബൈക്ക് യാത്രക്കാരനായിരുന്നു. അദ്ദേഹമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. അദ്ദേഹത്തിന് 33 വയസ്സാണ്. നേരത്തെ അപകട സ്ഥലത്തു നിന്നുണ്ടായിരുന്നവർ തന്നെ വ്യക്തമാക്കിയതാണ്. ബസ് ജിജോയുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ജിജോയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14 പേരുടെ വിവരങ്ങൾ സംബന്ധിച്ചും അതിൽ 10 പേരുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. സുധ 54 വയസ്സുകാരിയായ സുധ, 52 വയസ്സുകാരിയായ ശോഭ, 24 വയസ്സുകാരിയായ ആര്യ, 27 വയസ്സുകാരിയായ അനന്തു, 42കാരിയായ ലിസ, 44കാരിയായ അഞ്ജലി, 15കാരി അങ്കിത, 18 വയസ്സുള്ള അശ്വിൻ, 60 വയസ്സുള്ള ചന്ദ്രൻ പിള്ള, 31 വയസ്സുള്ള മറ്റൊരാൾ കൂടി. അദ്ദേഹത്തിൻ്റെ പേര് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടത്. അങ്ങനെ 10 പേരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 15ഉം 18ഉം വയസ്സുള്ള കുട്ടികൾ കൂടി അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 60 വയസ്സുള്ള ചന്ദ്രൻ പിള്ള എന്നൊരാളുണ്ട്. പക്ഷേ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. നിസ്സാര പരിക്കുകൾ ഉള്ളതുകൊണ്ട് ചികിത്സയ്ക്കായും മറ്റു പരിശോധനകൾക്കുമായും ആശുപത്രിയിൽ എത്തിച്ചതാണ് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഗുരുതര പരിക്കുകളോടെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇടുക്കി സ്വദേശിയായ ബൈക്ക് യാത്രക്കാരനായിരുന്ന ജിജോ സെബാസ്റ്റ്യന്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നു. ഗുരുതരമായ പരിക്കുകളോട് കൂടി തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം അത് വിഫലമായി എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബസ് അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണതുകൊണ്ട് തന്നെ പരിക്കുകൾ ഗുരുതരമായിരുന്നു. മറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. 15ഉം 18ഉം വയസ്സുള്ള കുട്ടികൾ കൂടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. മറ്റു നിസ്സാര പരിക്കുകളുള്ള ആളുകളെ കൂടി ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവർക്ക് പരിശോധനകൾ നടത്തി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടർ ചികിത്സ നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.